നമസ്കാരം. ദൃശ്യ ന്യൂസിൻ്റെ MLA സ്പീക്കിംഗ് ഇന്നെത്തിയിരിക്കുന്നത് കടുത്തുരുത്തി മണ്ഡലത്തിലാണ്. കേരള കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവും കടുത്തുരുത്തി MLAയുമായ മോൻസ് ജോസഫ് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് വിശദമായി ചർച്ച ചെയ്യുകയാണ്. നമുക്ക് MLAയോട് ചോദിക്കാം. നമസ്കാരം. മോൻസ് ജോസഫ് MLA, അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് കൂടെ തന്നെയാണ് നമ്മൾ. നല്ല തിരക്കുണ്ട്, ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10-25 വർഷമായി നമ്മൾ കടുത്തുരുത്തി മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്നു. അത് മുന്നണി മാറിയാലും മാറിയില്ലെങ്കിലൊക്കെ മന്ത്രിയുമായിട്ടുണ്ട്. നമ്മുടെ ഇന്ന് കാണുന്ന ഈ കടുത്തുരുത്തിയിലേക്ക് എത്തിയത് അതിൻ്റെ ആ ഒരു വികസനം അതൊന്ന് ചുരുക്കി പറഞ്ഞാമോ? കടുത്തുരുത്തിയുടെ ഒരു സമഗ്രമായ വികസനമാണ് MLA ആയ കാലം മുതൽ ലക്ഷ്യം വെച്ചതും പ്രവർത്തന രംഗത്ത് രൂപം കൊടുത്ത എല്ലാ പ്രവർത്തനങ്ങളും ആ രീതിയിൽ നാടിന് നന്മയുണ്ടാവുക എന്ന നിലയിലാണ്. അപ്പം അതിൽ തീർച്ചയായിട്ടും കടുത്തുരുത്തിക്ക് കാര്യമായ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു കടുത്തുരുത്തി. പഴയ കാലത്തുള്ള കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഒരു പ്രധാനപ്പെട്ട പ്രദേശം എന്ന നിലയിലുള്ള ഒരു പ്രാധാന്യം കടുത്തുരുത്തിക്ക് എന്നും ഉണ്ടായിരുന്നു. അതല്ലാതെ നമുക്ക് സ്വന്തമായി പറയാൻ കഴിയുന്ന എടുത്തു പറയത്തക്ക കാര്യമായ നേട്ടങ്ങളൊന്നും കടുത്തുരുത്തിക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് കടുത്തുരുത്തിക്ക് ഒരു മോചനം ഉണ്ടാവുക, നാടിനെ കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക, ഇത് ആദ്യം MLA ആയ കാലം മുതൽ ആ രംഗത്ത് കാര്യമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തീർച്ചയായിട്ടും കടുത്തുരുത്തിക്ക് അതിൻ്റെതായ നേട്ടവും പുരോഗതിയും ഉണ്ടായി എന്നുള്ളതിൽ എനിക്ക് അഭിമാനവും സന്തോഷമുണ്ട്. എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ പ്രത്യേകിച്ചും റോഡ് വികസന രംഗത്ത് ഇപ്പോൾ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും ഈ സമീപകാലത്ത് ചില റോഡുകളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും പ്രധാനപ്പെട്ട റോഡുകൾ, ഇപ്പൊ ഏറ്റുമാനൂർ എറണാകുളം റോഡ്, കോട്ടയം ജില്ലയിൽ ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഏറ്റവും മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് കോട്ടയം ജില്ലയിൽ മാറ്റിയ പ്രധാന പാതകളിൽ ഒന്നാണ്. അത് പട്ടിത്താനം മുതൽ വൈക്കം വഴി എറണാകുളത്തേക്കും അതുപോലെ തന്നെ തലപ്പാറ വഴി പൂത്തോട്ടയിലേക്കും പോകുന്ന വിധത്തിലുള്ള റോഡ് ഡെവലപ്മെന്റ് ആദ്യം നടപ്പാക്കിയത് മുതൽ കടുത്തുരുത്തി പാലാ റോഡ് അന്നതൊരു അത്ഭുതമായിരുന്നു. അപ്പൊ അങ്ങനെ നല്ല നിലയിലേക്ക് ആ റോഡ് വികസനത്തിലേക്ക് വന്നു. അങ്ങനെ പ്രധാനപ്പെട്ട പാതകൾ ആ നിലയിലേക്ക് മാറ്റിയെടുക്കുവാനും ഒക്കെ കഴിഞ്ഞത് ഒരു പ്രധാന നേട്ടമായി തന്നെ കൊണ്ടുവരാൻ കഴിയും. 2 ഗ്രാമീണ റോഡുകൾ പരമാവധി PWD ആക്കാൻ PWD മന്ത്രിയായ സമയത്ത് കഴിഞ്ഞു. അപ്പം അങ്ങനെ റോഡ് വികസന രംഗത്ത് ഒരു പരിധി വരെ നല്ലതുപോലെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് കടുത്തുരുത്തി മണ്ഡലത്തിനുണ്ടായ ബൈപ്പാസ് സംബന്ധിച്ച്. അതെ, ബൈപ്പാസ് നമുക്ക് ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. ഇല്ല, കാലതാമസം എന്ന് പറയാനില്ല. കാരണം ഞാൻ 2008 PWD മന്ത്രിയായി വരുമ്പോഴാണ് ആദ്യമായി കടുത്തുരുത്തി ബൈപ്പാസിന് 5 കോടി രൂപ അനുവദിച്ചത്. അവിടെ നിന്നാണ് ഭൂമി ഏറ്റെടുക്കൽ പോലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തുടങ്ങിയ ഒരു കാര്യം 2012-13 കാലഘട്ടം ആയപ്പോഴാണ് ആ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചത്. 2013 നമ്മൾ നിർമ്മാണം ആരംഭിച്ചു. അത് ആദ്യത്തെ ഘട്ടത്തിൽ 5 കോടി രൂപയ്ക്ക് ITC ജംഗ്ഷനിൽ നിന്നും ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി അതിന്റെ ആദ്യഘട്ടം തുടങ്ങി വെച്ചു. 2 ബാക്കി ഫണ്ട് വേണമായിരുന്നു. അത് നമ്മൾ 2015 UDF സർക്കാരിന്റെ സമയത്ത് 25 കോടി രൂപ അനുവദിച്ചു. അത് ടെൻഡർ ചെയ്ത ഫ്ലൈ ഓവറും പാലവും ഉൾപ്പെടെയുള്ള ചെറിയ പാലം ഉൾപ്പെടെ ചുള്ളിത്തോട് പാലം ഉൾപ്പെടെ ആ കാര്യത്തിൽ നിർമ്മിച്ചു. തുടർന്ന് വരുന്ന അടുത്ത മെയിൻ ബൈപ്പാസ് പൂർത്തീകരണത്തിന്റെ മെയിൻ ഘട്ടത്തിലേക്ക് കടക്കാൻ നടപടി സ്വീകരിച്ചു വരുമ്പോഴാണ് 2018 പ്രളയം ഉണ്ടാകുന്നത്. ആ പ്രളയത്തെ തുടർന്ന് കടുത്തുരുത്തി ടൗണിൽ വെള്ളം കയറി. കടുത്തുരുത്തി അങ്ങനെ ഒരിക്കലും വെള്ളം കയറാറുള്ളതല്ല. അങ്ങനെ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകൾ, വ്യാപാരി വ്യവസായികൾ, നാട്ടുകാരും ഒക്കെ ചൂണ്ടിക്കാണിച്ചു, നമുക്ക് ഭാവിയിലേക്ക് ബൈപ്പാസ് നിർമ്മിക്കുമ്പം വെള്ളം കയറാത്ത വിധത്തിലും വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിലും റീഡിസൈൻ ചെയ്യണമെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ളത് കൊണ്ട് അത് പരിശോധിക്കുന്നതിന് വേണ്ടി അന്നത്തെ PWD മന്ത്രി G. സുധാകരനെ നിവേദനം കൊടുത്തു. അദ്ദേഹം അതിൽ ഓർഡർ ഇട്ടു. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോൾ ഇത് അല്പം കൂടെ ഉയർത്തി വലിയ തോടിന് കുറുകെ പുതിയ പാലം പണിയണം, അത് കുറച്ചുകൂടെ ഉയർത്തി പണിയുക. അതുപോലെ തന്നെ തോടിനുള്ളിലുള്ള സ്പാൻ മാത്രമല്ല, ലാൻഡ് സ്പാൻ, കരഭൂമിയിലോട്ടുകൊണ്ട് കൂടി സ്പാൻ വർദ്ധിപ്പിക്കുക. അങ്ങനെ ഒരു പുതിയ ഡിസൈൻ അപ്രൂവ് ചെയ്തു തരുന്ന വിധത്തിൽ PWD തീരുമാനമെടുത്തു. അതിന് 3 വർഷം വേണ്ടി വന്നു. സർക്കാർ തലത്തിലുണ്ടാകുന്ന ഇത്തരം കാലതാമസങ്ങൾക്ക് MLA പടി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് നമ്മൾ അതിന്റെ പിന്നാലെ നിന്ന് പക്ഷെ ആ പ്രശ്നം പരിഹരിച്ചു. MLA എന്ന നിലയിൽ ചെയ്യാവുന്നത് ആ ബൈപ്പാസിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുക, പുതിയ സാങ്ഷൻ മേടിക്കുക. അത് 2021-22 കാലഘട്ടത്തിൽ മേടിച്ചു. ഇപ്പൊ 2025 ഡിസംബർ ആയപ്പോൾ നമ്മൾ പണി പൂർത്തീകരിച്ച് 26 ഓപ്പൺ ചെയ്യുകയാണ്. 10-40 വർഷമല്ലേ കേരളത്തിൽ
ഓരോ ബൈപ്പാസുകൾക്ക് വേണ്ടി. ഇപ്പൊ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തുടങ്ങിയാൽ പാലായിലെ ബൈപ്പാസ് എത്രയോ കാലങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതൊക്കെ ഭൂമി ഏറ്റെടുക്കലിന്റെയും വിവിധങ്ങളായ സാങ്കേതിക തടസ്സങ്ങളുടെയും ഒക്കെ പേരിൽ വരുന്ന വിഷയങ്ങളാണ്. കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അതിൽ കടുത്തുരുത്തി ബൈപ്പാസ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും കടുത്തുരുത്തിയുടെ വികസന രംഗത്ത് MLA എന്ന നിലയിൽ എന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും നാടിന്റെ പുരോഗതിക്ക് വേണ്ടി മുഖ്യമായും ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന നിലയിൽ ഈ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ച് ഈ ഇലക്ഷനും ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. മറ്റു റോഡുകളൊക്കെ എല്ലാം പ്രധാനപ്പെട്ട പാതകളെല്ലാം ഒരുവിധം നമുക്ക് നല്ല നിലയിൽ തന്നെയാണ് പരിപാലിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അറുന്നൂറ്റിമംഗലത്ത് നിന്ന് കടുത്തുരുത്തിക്ക് വരുന്ന റോഡ് വാട്ടർ അതോറിറ്റിക്ക് പൈപ്പിടാൻ വേണ്ടി കൊടുത്ത റോഡാണ്. അതുപോലെ കീഴൂരിൽ നിന്ന് അറുന്നൂറ്റിമംഗലം വഴി നീഴൂർക്ക് പോകുന്ന റോഡും വാട്ടർ അതോറിറ്റിക്ക് പൈപ്പിടാൻ കൊടുത്താണ്. വാട്ടർ അതോറിറ്റിക്ക് പൈപ്പിടാൻ കൊടുത്തതൊക്കെ കുഴപ്പമാണ്. അത് കടുത്തുരുത്തി മാത്രമല്ല, കേരളമൊട്ടാ കുഴപ്പമാണ്. 10,000-3000 കോടി രൂപയാണ് അവിടെ കുടിശ്ശി കിടക്കുന്നത്. അതുകൊണ്ട് വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ വേണ്ടി എവിടെ വെട്ടിപ്പൊളിച്ചോ അവിടെ പ്രശ്നം അപ്പം തന്നെ ഉണ്ടാകുകയാണ്. അത് കേരളം ഒട്ടാകെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അതിനിടയിൽ ഞാൻ കടുത്തുരുത്തി പർവ്വത്തിന്റെ ഒരുവിധം പരിഹരിച്ചു. കടുത്തുരുത്തി മണ്ഡലത്തിൽപ്പെട്ട ഈ കീഴൂർ അറുന്നൂറ്റിമംഗലം നീഴൂർ റോഡിന്റെ കാര്യത്തിൽ വാട്ടർ അതോറിറ്റി അഡീഷണൽ ഫണ്ട് തരാൻ അവർ പൈപ്പിട്ടു. ഞാൻ അവിടെ ഒരു 4 വർഷം മുമ്പ് റോഡിനുള്ള ഫണ്ട് അനുവദിച്ചാണ്. പക്ഷേ ആ വർക്ക് നടപ്പാക്കാൻ ഗവൺമെന്റ് തന്നെ നിർദ്ദേശം തന്നു. വാട്ടർ അതോറിറ്റി പൈപ്പിട്ട ശേഷം മതി. നമ്മൾ അതിനു വേണ്ടി സമ്മതിച്ചു. പൈപ്പിട്ട് കഴിഞ്ഞപ്പോൾ അവര് റോഡ് നന്നാക്കാനുള്ള പണം വാട്ടർ അതോറിറ്റി അടക്കിയില്ല. വാട്ടർ അതോറിറ്റി കുറച്ച് പൈസ ലാസ്റ്റ് സമ്മർദ്ദം ചെലുത്തി അടപ്പിച്ചു. ബാക്കി വരുന്ന തുക PWD അടയ്ക്കാൻ വേണ്ടി PWD മന്ത്രിയെയും സർക്കാരിനെ സമീപിച്ചു. PWD പറഞ്ഞു ബാക്കി തുക അടയ്ക്കാനായിട്ട് അവർക്ക് ആവശ്യമില്ല, വാട്ടർ അതോറിറ്റി തന്നെ അടയ്ക്കണം. ഈ തർക്കമാണ്. അപ്പൊ 2 മന്ത്രിമാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അപ്പൊ നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കിയാണ്. വാട്ടർ അതോറിറ്റി ആയാലും PWD ആയാലും എല്ലാം ഒറ്റ സർക്കാരാണോ? ഞാനും മന്ത്രിയായിരുന്ന ആളാണ്. നമ്മൾ അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു. അവ 2 വകുപ്പുകൾ സംസാരിച്ച് ധാരണയാക്കി തീർക്കാൻ പറ്റുള്ളൂ. അവസാനം ധാരണയായി ഗവൺമെന്റിലേക്ക് ഫയൽ വിടാൻ പറഞ്ഞു. 1 കോടി രൂപ കൂടി. കാരണം വാട്ടർ അതോറിറ്റി പൈപ്പിട്ട് ഇപ്പൊ 3-4 വർഷമായപ്പോൾ റോഡ് പരിപൂർണ്ണമായിട്ടും തകർന്നു. യാത്ര ചെയ്യാൻ മേലാത്ത വിധത്തിൽ തകർന്നു കിടക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അഡീഷണൽ ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ കീഴൂർ അറുന്നൂറ്റിമംഗലം നീഴൂർ റോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മളൊരു ഫയൽ സബ്മിറ്റ് ചെയ്തു. അത് ഗവൺമെന്റ് നിർദ്ദേശിച്ച പ്രകാരമാണ് ചെയ്തത്. 1 കോടി രൂപയുള്ള അഡീഷണൽ ഫണ്ട് വേണം. അത് വേണമെന്നുള്ളത് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ പരിശോധിച്ച് അത് വേണ്ടതാണെന്ന് റിപ്പോർട്ട് ചെയ്തു. PWDയുടെ ചീഫ് എഞ്ചിനീയർ മുതൽ മുഴുവൻ പേരും പരിശോധിച്ചു. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരിശോധിച്ചു. എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പക്ഷെ അവസാനം PWD മന്ത്രിയും ധനകാര്യ മന്ത്രിയും പരിശോധിച്ചിട്ട് ഇത് റിജക്ട് ചെയ്തു. പിന്നെ എങ്ങനെ നമ്മൾ ചെയ്യാറ്? ഇതാണ് ഈ ഗവൺമെന്റ്. ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭരണ പരാജയം എന്ന് പറയുന്നത് ഇതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതിന് പകരം ജനങ്ങളെ കഷ്ടപ്പെടുത്തുക. എന്നിട്ട് പ്രാദേശികമായിട്ട് നോക്കുമ്പോഴോ MLAയുടെ ഉത്തരവാദിത്തമാണ്, MLA ചെയ്തോട്ടെ, ചെയ്യണ്ടെന്ന് പറയാ. പ്രതിപക്ഷ MLAമാരുള്ളിടത്തെല്ലാം MLAമാരുടെ പെടലേക്ക് വെച്ച് രക്ഷപ്പെടാൻ സർക്കാർ നോക്കുക. ഈ ഫണ്ട് അനുവദിക്കുന്നതിൽ എന്തെങ്കിലും വിവേചനോ അല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും വിവേചനം തന്നെയാണല്ലോ, ഒരു സംശയമില്ല. പക്ഷെ ജനങ്ങളോട് ഒരു വിവേചനം കാണിക്കാവോ? ഇപ്പൊ MLAയോട് വിവേചനം വേണേ കാണിക്കാം. ജനങ്ങളോട് കാണിക്കുന്നതിൽ എന്ത് അനീതിയാണത്? അപ്പൊ ഞാനത് വസ്തുതാപരമായ എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് സർക്കാരിലേക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കാൻ ഇതേ മാർഗമുള്ളൂ. മന്ത്രിമാർക്കും ബോധ്യപ്പെട്ടു. അങ്ങനെ എത്തിച്ച ഫയലാണ്. അതിന്മേൽ അവസാനം സാങ്ഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ സാങ്ഷൻ കിട്ടിയ തുകയ്ക്ക് വർക്ക് നടപ്പാക്കാൻ കഴിയാതെ പെൻഡിങ് നിൽക്കുന്നു. അഡീഷണൽ ഫണ്ട് ചോദിച്ചു, അത് തരുന്നുമില്ല. ഇപ്പൊ ഇത് റിജക്ട് ചെയ്തു. ഇനി എന്താ വഴി എന്നുള്ളതാണ് അടുത്ത. ആളുകൾ കഷ്ടപ്പെട്ട് വിളിക്കുകയാണ്, എങ്ങനെയെങ്കിലും റോഡ് നന്നാക്കില്ല, യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ MLA എന്ന നിലയിൽ ഞാനും വിഷമിക്കുകയാണ്. അവിടുത്തെ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്, MLA റോഡ് നന്നാക്കില്ല എന്നുള്ളൂ. അത് ശുദ്ധ തട്ടിപ്പാണല്ലോ, അത് രാഷ്ട്രീയ തട്ടിപ്പാണ്. എന്തർത്ഥം? MLA ഞാനിവിടെ ഏറ്റവും നന്നായി റോഡ് പരിപാലിച്ച കേരളത്തിലെ MLAമാരൊരാളാണ്. ഞാൻ PWD മന്ത്രി ആയിരുന്നപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും നല്ലത് റോഡ് ഉണ്ടാക്കിയത്. ഇതെങ്ങനെ ചെയ്യേണ്ടതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് ഒരു മന്ത്രിയുടെ റോഡ് ഇടാൻ പറ്റുമോ? മന്ത്രി പരിഹരിക്കേണ്ട തീരുമാനം സർക്കാർ ഫയലാക്കി ഞാനതിന് ഇടണേ? MLAക്ക് ഇടാവുന്നതല്ലേ എനിക്ക് പറ്റുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. സർക്കാർ ചെയ്യാത്തതിന് എന്നിട്ട് ഇപ്പൊ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇതിനൊക്കെ MLA ആണ് കുറ്റം നാട്ടുകാരോട് പറയുക. ജനങ്ങൾക്കറിയാം ഇതൊക്കെ ഇതിന്റെ ഉത്തരവാദി സർക്കാരാണെന്നും സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണ് തെറ്റ് നടക്കാത്തെന്നുള്ളത് വ്യക്തമായ ബോധ്യം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ആളുകൾ ഇതെല്ലാം തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു സംരക്ഷണം കിട്ടുന്നത്. അവരെ പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാനിപ്പം ചീഫ് എഞ്ചിനീയറോട് ഉൾപ്പെടെ ചോദിച്ചു, ഈ കീഴൂർ നീഴൂർ അറുന്നൂറ്റിമംഗലം വഴിക്കുള്ള റോഡിന്റെ പരിഹാരം. ഇപ്പൊ ലാസ്റ്റ് അവര് നിസ്സഹായ അവസ്ഥയിൽ അവർ പറഞ്ഞു, നമുക്ക് ഉള്ള തുക കൊണ്ട് വർക്ക് നടപ്പാക്കാൻ തീരുമാനിക്കാം. മൊത്തം തുക BMBC ചെയ്യണമെങ്കിൽ 1 കോടി കൂടെ വേണം. അത് സർക്കാർ തരികയില്ല.
സർക്കാർ തരികയിലായിരുന്നു ഉത്തമ ബോധ്യമെന്ന് ഫയലും റിജക്ട് ചെയ്തു. എക്സ്പെൻഡിച്ചർ ഫിനാൻസ് സെക്രട്ടറി അങ്ങനെ ഇത് പിന്നെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് സബ്മിറ്റ് ചെയ്യുക, ഈ അഡീഷണൽ തുക തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഫയലിൽ എഴുതുകയും ചെയ്തു. ഇനി നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നില്ല. അതുകൊണ്ട് ലഭ്യമായ തുകയ്ക്ക് സാധ്യമായ വർക്ക് എന്നതിലേക്ക് നമ്മൾ എത്തുകയാണ്. ഞാനത് ചീഫ് എഞ്ചിനീയറോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും പറഞ്ഞു, അങ്ങനെ എസ്റ്റിമേറ്റ് ആക്കി വീണ്ടും ഈ സർക്കാരിലേക്ക് എന്നത് പോകണം. ഇനി അതും കൂടെ റിജക്ട് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു എത്തും പിടിയില്ല. സമരം ആരംഭിക്കാൻ മാർഗമുള്ളൂ. പിന്നെ ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കുന്നതിലേക്ക് വരിക, റോഡ് വിരോധവും പരിപാടികളിലേക്കൊക്കെ വരിക മാർഗമുള്ളൂ. സർക്കാരിന്റെ ഈ അനാസ്ഥക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമര പരിപാടികളുമായിട്ട് രംഗത്ത് വരെ പിന്നെ മാർഗമുള്ളൂ. ഇപ്പൊ ഞാൻ അതിലേക്ക് കടന്നിട്ടില്ല. ഈ ഒരു ലാസ്റ്റ് ശ്രമം കൂടെ നടത്തുകയാണ്. ഏതെങ്കിലും ഇപ്പൊ ലഭ്യമായ ഫണ്ടിന് നമുക്ക് വർക്ക് റീഅറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുക. BMBC ഫുള്ള് ചെയ്യാൻ പറ്റിയല്ല എങ്കിലും റോഡ് ട്രാഫിക് ബ്ലോക്കാനുള്ള നടപടിയെങ്കിലും ഈ ഫണ്ട് കൊണ്ട് ചെയ്യാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. മറ്റ് ചെറിയ റോഡുകളും അതൊക്കെ ഒരുവിധമുള്ളതെല്ലാം നമ്മൾ പരിപാലിച്ചാണ് പോകുന്നത്. പിന്നെ ഈ ഗ്രാമീണ റോഡുകളെല്ലാം MLA യുടെ ഉത്തരവാദിത്തമല്ല, അത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് സമിതികളാണ് ആ റോഡിന്റെ ചുമതലക്കാർ. അവരുടെ കീഴിൽ വരുന്ന റോഡാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ MLA ഫണ്ടും MP ഫണ്ടും ഒക്കെ പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് പരിമിതിയുണ്ട്. എങ്കിലും കുറെയെങ്കിലും നമ്മൾ ആ കാര്യങ്ങളെല്ലാം പരിഹരിച്ചു പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാദേശികമായ ജനപ്രതികളും അവരുടെ പറ്റുന്ന പോലെ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ്. എങ്കിലും ഒത്തിരി റോഡുകളുടെ കാര്യത്തിൽ ഇനിയും സ്റ്റേറ്റ് ഒട്ടാകെ ഈ വില്ലേജ് റോഡ്സിന്റെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. അവിടെ UDFന്റെ പ്രകടന പത്രികയിൽ, ഞാൻ പ്രകടന പത്രികയുടെ കമ്മിറ്റിയിലുണ്ട്, പ്രകടന പത്രികയിൽ ഇപ്രാവശ്യം ഈ വില്ലേജ് റോഡ്സിന്റെ ഒരു വൺ ടൈം ടാറിംഗ്, അടിയന്തരമായ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഒരു ഫണ്ട് മാറ്റിവെച്ചൊരു കർമ്മപരിപാടി ആവിഷ്കരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ സീരിയസ് ആയി ചർച്ച ചെയ്തിട്ടുണ്ട്. LDFന് അത് ഫലപ്രദമായി ചെയ്യാൻ പറ്റാതെ പോയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കും. ഇതുപോലെ ഫണ്ട് കിട്ടാതെ പ്രതിസന്ധിയാക്കിയ എല്ലാ റോഡുകൾക്കും പ്രയോറിറ്റി കൊടുക്കാനും UDF തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് മുഴുവൻ നല്ല നിലവാരത്തിലേക്കും നല്ല നിലയിലേക്കും UDF അധികാരത്തിൽ വന്നാൽ റോഡ് വികസന രംഗത്ത് വലിയ മാറ്റം ഉണ്ടാവും. പിന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പൊ ഫയർ സ്റ്റേഷൻ ഇവിടെ കടുത്തി അങ്ങനെ കുറെ അതിന്റെമായി ബന്ധപ്പെട്ട സ്ഥലവും സംഭവങ്ങളുടെ ഫയർ സ്റ്റേഷന് വേണ്ടി നമ്മൾ ഇപ്പോൾ 1 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷെ കെട്ടിട നിർമ്മാണം നടത്തണമെങ്കിൽ ഫയർ സ്റ്റേഷന് വേണ്ടി സ്ഥലം അനുവദിച്ചിരിക്കുന്നത് കടുത്തുരുത്തി പോളിടെക്നിക്കിന് വേണ്ടി വാങ്ങിച്ച സ്ഥലത്താണ്. അവിടെ ഫയർ സ്റ്റേഷന് കെട്ടിടം പണിയണം. കേന്ദ്രീയ വിദ്യാലയത്തിന് ഞാൻ MLA എന്ന നിലയിൽ താൽക്കാലികമായിട്ട് വാടകയല്ല, നമ്മളവിടെ HNLന്റെ കെട്ടിടം റെഡിയാക്കി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും പെർമനന്റ് ബിൽഡിംഗ് വേണം. അതിന് 30 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്രീയ വിദ്യാലയം MLA എന്ന നിലയിൽ കടുത്തുരുത്തി മണ്ഡലത്തിന് വേണ്ടി കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. 10 വർഷമായിട്ട് LDF ഗവൺമെന്റ് അതിന് ഈ ഭൂമി തരം മാറ്റത്തിന് വേണ്ടിയുള്ള അനുവാദം തരുന്നില്ല. സർക്കാരിന് ഒരു നഷ്ടമുള്ള എല്ലാവരും ഇഷ്ടം പോലെ ഉറപ്പ് വന്നു. പക്ഷെ ഇതുവരെ ഒരു കാര്യം ചെയ്തു തന്നിട്ടില്ല. ഒരു നഷ്ടവും ഗവൺമെന്റിനില്ല. കടുത്തുരുത്തി പഞ്ചായത്ത് വില കൊടുത്ത് വാങ്ങിച്ച ഭൂമി 30 കോടി രൂപ കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി കേന്ദ്ര വിദ്യാലയത്തിനും കെട്ടിടം പണിയാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അവിടെ കെട്ടിട നിർമ്മാണത്തിന് ഭൂമി തരം മാറ്റത്തിനുള്ള അനുമതി മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ചോദിക്കുന്നത്. അത് അവർക്ക് നിസ്സാരമായി ചെയ്യാം. കാരണം നമ്മൾ 2013 ഇവിടെ ഈ ലാൻഡിന്റെ ഈ ഭൂമി തരം മാറ്റത്തിന് വേണ്ടിയുള്ള തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരുമ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഗവൺമെന്റ് പർപ്പസിന് വേണ്ടി എടുക്കുന്ന ഭൂമി തരം മാറ്റുന്നതിന് എക്സംപ്ഷൻ ഉണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പൊ ഇവിടെ KPPL വെള്ളൂർ HNL കോമ്പൗണ്ടിൽ 100 കണക്കിന് ഏക്കർ ഇവര് ഡെയിലി നികത്തിക്കൊണ്ടിരിക്കുക. വേമ്പനാട് കായലിന്റെ തീരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും പങ്കെടുത്ത വലിയ പ്രോഗ്രാമിന് വേണ്ടി 100 വേമ്പനാട് കായലിന്റെ തീരം മുഴുവൻ കായൽ നികത്തി കരയാക്കി. വളരെ പെട്ടെന്ന് നടന്നല്ലോ. ഇവിടെ നമ്മൾ പോളിടെക്നിക്കിന് കെട്ടിടം പണിതിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ കേന്ദ്രീയ വിദ്യാലയത്തിനും ഫയർ സ്റ്റേഷനും ഒക്കെ വേണ്ടി കെട്ടിടം പണിയാനുള്ള സ്ഥലത്തിന് അനുവാദം ചോദിച്ചിട്ട് അനുവാദം തരാതെ ഇവർ മനഃപൂർവ്വം തടഞ്ഞിരിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു, റവന്യൂ മന്ത്രിയെ കണ്ടു, പിന്നെ നമ്മുടെ കൃഷി മന്ത്രിയെ കണ്ടു. ഇവരോടൊക്കെ സംസാരിച്ചതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് അടുപ്പമുണ്ടല്ലോ. പക്ഷേ ഇവിടെ നിന്നൊക്കെയുള്ള രാഷ്ട്രീയ ടോർപ്പടോകളുടെ ഭാഗമായിരിക്കും എതിർ ചേരി നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ പാർട്ടിക്കാര് പിന്നെ പാര വെച്ചിട്ടാണോ എന്നുള്ള ബലമായ സംശയമുണ്ട്. അല്ലെങ്കിൽ 10 വർഷമായിട്ട് നമുക്ക് മാത്രം സാങ്ഷൻ തരികയില്ല. ബാക്കി സർക്കാർ ആവശ്യത്തിന് വേണ്ടി LDFന്റെ താല്പര്യത്തിൽപ്പെട്ടതിനൊക്കെ ഭൂമി നികത്തൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അനധികൃത ഭൂമി നികത്തൽ ഇവിടെ എന്തോരം നടക്കുന്നു. സർക്കാർ കൈയും കെട്ടി നിൽക്കുമല്ലേ.
അങ്ങനെ നിൽക്കുന്നിടത്ത് ഔദ്യോഗികമായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള ഫയർ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടുത്തുരുത്തി പഞ്ചായത്ത് 20 ഏക്കർ സ്ഥലം മേടിച്ചത്, പാടശേഖരം മേടിച്ചത് കൃഷി ചെയ്യാനല്ലല്ലോ. സർക്കാരിന് വിവിധ സ്ഥാപനങ്ങൾ സംരംഭം വെക്കാൻ വേറെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പണം കൊടുത്ത് ഈ പാടശേഖരം മേടിച്ചത്. അവിടെ കെട്ടിടം പണിയാമെന്നുള്ളത് പോളിടെക്നിക്കിന് കെട്ടിടം പണിതപ്പോൾ തെളിഞ്ഞിട്ടുമുണ്ട്. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ അതോറിറ്റീസ് പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥലം കൈമാറി തന്നു കഴിഞ്ഞാൽ കെട്ടിടം പണിയെ കുറിച്ച് നിങ്ങൾക്കൊരു ആശങ്കയും വേണ്ട, ഞങ്ങൾക്ക് അതിനുള്ള ടെക്നോളജി ഉണ്ട്, ഞങ്ങൾ കെട്ടിടം പണിതോളാം, ഫണ്ടും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇത് അനുവാദം തരാതെ വെച്ചിരിക്കുന്നതുകൊണ്ട് കേന്ദ്രീയ വിദ്യാലയം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കഴിഞ്ഞ വർഷം പ്രതിസന്ധി ഉണ്ടായി. അതിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ചു വന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് MP-യും MLA എന്ന് ഞങ്ങൾ രണ്ടുപേരും ഇടപെട്ട് അതിൽ പിന്നെ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ അതോറിറ്റീസുമായി സംസാരിച്ച് തൽക്കാലം അത് പെൻഡിങ് നിർത്തി അഡ്മിഷൻ തുടരുകയാണ്. വലിയ പിന്നെ താമസം പിന്നെ അവിടെ ഭൂമി നമ്മൾ കൈമാറി കൊടുക്കും എന്ന് വാക്കുകൊടുത്തിരിക്കുകയാണ്. 2015 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ UDF സർക്കാരിന്റെ സമയത്ത് 8 ഏക്കർ ഭൂമി ഈ പ്രോപ്പർട്ടിക്കകത്ത് നിന്ന് കൈമാറി തന്നിട്ടുണ്ട്. അത്രയും ഉമ്മൻചാണ്ടി സാർ UDF ചെയ്തു. ഇവർക്ക് അതിന്റെ ആ ഭൂമി തരം മാറ്റത്തിനുള്ള അനുവാദം മാത്രമാണ് LDF-നോട് ചോദിക്കുന്നത്, തരുന്നില്ല. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട വികസന കാര്യങ്ങൾ തന്നെ ഇപ്പൊ സ്തംഭനാവസ്ഥയിലാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഈ പോളിടെക്നിക്കിന് ആ ഭൂമിയിൽ കേന്ദ്രീയ വിദ്യാലയത്തിന് വേണ്ടിയുള്ള പിന്നെ അനുമതി, നമ്മുടെ ഫയർ സ്റ്റേഷന് വേണ്ടിയുള്ള അനുമതി, മറ്റ് സ്ഥാപനങ്ങൾക്കുള്ളത് ഒക്കെ ആദ്യം തന്നെ കൊടുക്കും. ഉറപ്പായിട്ട് അക്കാര്യങ്ങൾ നടപ്പാവും. പിന്നെ നമ്മൾ പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, കൂടംകുളം എന്താ അങ്ങനെയൊക്കെയുള്ള കുറെ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ പദ്ധതികളിലൊക്കെ അവകാശവാദങ്ങൾ പലരും ഇപ്പൊ ഉന്നയിക്കുന്നുണ്ട്. അതായത് കൂടംകുളത്തിനകത്ത് പ്രത്യേകിച്ച് അവകാശവാദം ആരും ഉന്നയിക്കുന്നതിൽ ഒരു കാര്യമില്ല. കാരണം അത് വിവിധ ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ വലിയ സമരങ്ങൾ ആളുകൾ നടത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം ഞങ്ങൾക്ക് ഇടപെട്ടാണ് അതൊക്കെ പരിഹരിച്ചത്. അപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സഹായം അതിനകത്തുണ്ട്, VS ഗവൺമെന്റിന്റെ സമയത്ത് അതിലിടപെടലുണ്ട്, പിണറായി സർക്കാരിന്റെ സമയത്തുണ്ട്. വിവിധ ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് അതിൽ 400 kV സബ്സ്റ്റേഷൻ കടുത്തുരുത്തി മണ്ഡലത്തിൽ വരാനുള്ള കാരണം വേറെ എങ്ങും ആളുകൾ സ്ഥലം കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. കുര്യത്ത് ഞാൻ MLA എന്നതിൽ ഇടപെട്ട് അവിടുത്തെ വസ്തു ഉടമകളുമായിട്ടൊക്കെ MLA എന്നതിൽ ഇടപെട്ടിട്ടാണ് ഇവിടെ വസ്തു കിട്ടിയതും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചതും. അവര് ആളുകൾ തന്നെ അന്ന് വെച്ച ഡിമാൻഡ് പിന്നെ അവർക്ക് ഏറ്റവും നല്ല നിലയിലുള്ള ഇവിടെ റൈറ്റ് പറയാം, ഏറ്റവും നല്ല നിലയിലുള്ള പാക്കേജ് അവർക്ക് കിട്ടണം, തരുന്ന ഭൂമിക്ക് മെച്ചപ്പെട്ട വില കിട്ടണം, അവർക്ക് സാധ്യമായ ഏറ്റവും മെച്ചപ്പെട്ട വില അത് നമ്മൾ കൃഷിക്കാർക്ക് കൊടുത്തു, അവിടുത്തെ വസ്തു ഉടമകൾക്ക് കൊടുത്തു. അവരുടെ യോഗം വിവിധ പ്രാവശ്യം വിളിച്ചു കൂട്ടി. അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിച്ചിട്ടാണ് നമ്മൾ ഈ കുറവലങ്ങാട് കുര്യത്ത് സബ്സ്റ്റേഷന് വേണ്ടിയുള്ള സ്ഥലം എടുത്തത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 2-3 മാസം കൂടെ റിവ്യൂ മീറ്റിംഗ് നടത്തി നിരന്തരമായി അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പ്രവർത്തന രംഗത്ത് നിന്നിട്ടുണ്ട്. മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ K. കൃഷ്ണൻകുട്ടി അവർ സ്റ്റേറ്റ് ലെവലിൽ ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തപ്പോൾ മണ്ഡലത്തിൽ കടുത്തുരുത്തി മണ്ഡലത്തിൽ അക്കാര്യങ്ങൾക്കെല്ലാം സജീവമായ ഇടപെടൽ നടത്തി. അത് നമുക്ക് ഇവിടെ കുറളങ്ങാട് ആ ലൊക്കേഷൻ നമുക്ക് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞു. 2 അതിനകത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധി ഇല്ലാതെ ആ ഭൂമി വിട്ടുകൊടുക്കാൻ കഴിഞ്ഞു. അവിടെ പ്രോജക്റ്റ് നടപ്പാക്കാനും കഴിഞ്ഞു. അതിൽ MLA എന്ന നിലയിൽ വഹിക്കേണ്ട പങ്ക് നിർണായകമായി വഹിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നേതൃത്വം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ശ്രീ പിണറായി വിജയൻ വന്ന് കുറളങ്ങാട് വെച്ച് തന്നെ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു വിജയമാണ്. അത് സർക്കാരിന്റെ സഹായമുണ്ട്, നമ്മുടെ കോൺട്രിബ്യൂഷനുമാണ്. ഇതിനോട് ചേർന്ന് ഞാൻ പ്രത്യേക അവകാശവാദങ്ങൾക്കൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാറില്ല. പക്ഷെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പം ഇത് മറ്റാരെങ്കിലും വന്ന് ചെയ്താന്ന് പറയാൻ അംഗീകരിക്കേണ്ട പല കാര്യമുള്ളൂ. നമ്മൾ ചെയ്താലും നമ്മൾ ചെയ്താന്ന് അംഗീകരിക്കാൻ അവര് എതിരാളികൾ തയ്യാറാകാത്ത എന്തുകൊണ്ടാണ്? അവരുടെ രാഷ്ട്രീയ അസൂയ കൊണ്ടാണ്. അവർക്ക് ഇതൊന്നും നടക്കരുതെന്ന് ആഗ്രഹം ഉണ്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയുള്ള കാര്യങ്ങൾ. മറ്റൊന്ന് നമ്മുടെ ഏറ്റവും വലിയ കൃഷി നമ്മുടെ ഒരു ഇതാണ്. നെൽകൃഷിയുണ്ട്, ഇപ്പൊ അല്ലാത്ത കൃഷികളുണ്ട്. ആ കൃഷിക്കാർക്കായി എന്തെങ്കിലും കാര്യങ്ങൾ കാർഷിക മേഖലയ്ക്ക് വേണ്ടി വലിയൊരു പ്രോജക്റ്റാണ് കടുത്തുരുത്തി മണ്ഡലത്തിൽ കൊണ്ടുവന്നത്. അതിൽ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദിന്റെ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട്. അതായത് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തെ സമഗ്ര കാർഷിക വികസന പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തി. സ്റ്റേറ്റിൽ 10 അസംബ്ലി മണ്ഡലങ്ങളാണ് അങ്ങനെ കൃഷി വകുപ്പ് തെരഞ്ഞെടുത്തത്. അതിലൊന്ന് കടുത്തുരുത്തിയാണ്. അപ്പൊ അതുകൊണ്ട് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്കീമുകൾ വിവിധ തരത്തിലുള്ള കൃഷിക്കാർക്ക് വേണ്ടി കൊണ്ടുവരാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കോഴായിൽ തന്നെ കുറേയേറെ കാര്യങ്ങൾ അതിന്റെ ഭാഗമായി നടന്നു. ഇപ്പോൾ കുറുപ്പന്തറയിലാണ് ഏറ്റവും വലിയ മാർക്കറ്റ്. ആ കുറുപ്പന്തറയിലെ മാർക്കറ്റ് ഇപ്പോൾ ഏറ്റവും കൃഷിക്കാര് ആവശ്യപ്പെട്ട പ്രകാരം
അവർക്ക് ലേലം മാർക്കറ്റാണ്. അപ്പോൾ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ന്യായവിലയ്ക്ക് വിൽക്കുക, ന്യായവിലയ്ക്ക് കച്ചവടക്കാർക്ക് വാങ്ങിക്കാം, മറ്റു നാട്ടുകാർക്ക് വാങ്ങിക്കാം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അതൊക്കെ ഫലപ്രദമായി നടക്കുകയാണ്. അവിടെ ഇപ്പോൾ അതിനു വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള വർക്ക് ഏറ്റവും നല്ല നിലയിൽ നടത്തിയിട്ടുണ്ട്. ആ വർക്ക് ഏറ്റവും തൃപ്തികരമായി പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഏറ്റവും കാര്യക്ഷമമായ നല്ല ഒരു ഇടപെടലും പ്രവർത്തനങ്ങളും MLA തിരക്കിന്റെ ഇടയിലാണ് നമ്മൾ MLAയുടെ കൂടെ വാഹനത്തിൽ തന്നെ ഇപ്പൊ MLAക്ക് ഒരു പരിപാടി ഉണ്ട്, നമുക്ക് തുടരും. അപ്പോൾ നമ്മൾ കൃഷിയെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് തുടരാം. നമുക്ക് പല കൃഷികളുണ്ട്. കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ്. നെൽ കർഷകർ ഇപ്പൊ തന്നെ നെല്ലിന്റെ അത് സർക്കാർ പറയും നെല്ല് സംഭരണം ഈ കുഴപ്പമില്ലാണ്ട് നടക്കുന്നു, പക്ഷെ പലയിടത്തും വലിയ നെല്ല് സംഭരണത്തിൽ തന്നെ മധുരവേലി, കവിക്കാട് ആ ഭാഗത്ത് നെല്ല് കൊയ്തിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും മില്ലുടമകൾ ബാർഗൈനിങ് നടത്തി കർഷകരായിട്ട് വലയ്ക്കുന്ന അല്ലാതെ ഇതുവരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാനവിടെ പാഡി ഓഫീസറോടും മറ്റുള്ളവരോടൊക്കെ ആ വിഷയങ്ങൾ ബന്ധപ്പെട്ട് നമുക്ക് ഇടപെട്ട് പറയാവുന്ന സപ്ലൈകോയോടും ബന്ധപ്പെട്ട ഓഫീഷ്യൽസിനോടുമാണ്. അവരെല്ലാം നിസ്സഹായ അവസ്ഥ കൈവലത്തുക. കാരണം ഇത് ഓരോ സ്വകാര്യ മില്ലുകാരനെ ഏൽപ്പിച്ചിരിക്കുക. അവരാണ് വന്നിട്ട് ഇതിനെ പതിര് തിരിഞ്ഞ് നെല്ലെടുക്കുന്നത്. പതിര് തിരിയുന്നത് ഇപ്പൊ പിന്നെ ഇത് വലിയ അളവിലംഗമായ പതിര് തിരിയുമ്പം കൃഷിക്കാർക്ക് വലിയ നഷ്ടം വരികയാണ്. ഞങ്ങൾ നിയമസഭയിൽ നിരവധി പ്രാവശ്യം പറഞ്ഞു ഇതിന് സ്ഥിരം സംവിധാനം ഉണ്ടാക്കുക, ഗവൺമെന്റിന് ഒരു സംഭരണ സംവിധാനം ഉണ്ടാക്കുക. ഇവിടെ ഒരു ഗവൺമെന്റ് നോക്കൂത്തിയായിട്ടും കാഴ്ചക്കാരായിട്ട് നിൽക്കുക. സ്വകാര്യ മില്ലുകാർ വന്നിട്ട് അവർക്ക് തോന്നിയ പോലെ വിലയും പറയുന്നവരെടുക്കുന്നു, എടുത്തില്ല. ഇപ്പം മഴയും കൂടെ പെയ്തപ്പം പാടത്ത് കിടന്നില്ല എടുക്കുക. ഇതെല്ലാ വർഷവും കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ നിത്യ സംഭവമാണ്. നമ്മുടെ ഇവിടെ കുട്ടനാട് അപ്പർ കുട്ടനാട് പോലെ തന്നെ പാലക്കാട് അടക്കം തൃശ്ശൂർ കൊള്ളുന്നതിലടക്കം എല്ലാ പാടശേഖരങ്ങളുള്ള തെക്ക് ഇത് വിഷയമാണ്. അപ്പൊ ഇതിന് 10 വർഷമായിട്ട് LDF ഗവൺമെന്റ് സ്ഥിരമായ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് നമ്മളെ കൃഷിക്കാർക്ക് വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കുന്നത്. റബ്ബർ കൃഷിക്കാരുടെ വിഷയം ഇപ്പൊ ഈ LDF ഗവൺമെന്റ് കൊടുത്ത വാഗ്ദാനം LDF വന്ന 250 രൂപ റബ്ബർ വികസന ഫണ്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇതുവരെ അതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് റബ്ബറിന്റെ വിലയിടി ഉണ്ടായപ്പോഴാണ് 150 രൂപയ്ക്ക് റബ്ബർ വികസന ഫണ്ട് ഏർപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായ ഒരു വലിയ പദ്ധതിയായിട്ട് അത് മാറി. നിർഭാഗ്യവശാൽ അതിപ്പോൾ ഫലപ്രദമായി കൃഷിക്കാർക്ക് ഉപകരിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പൊ ഇങ്ങനെ ഓരോ മേഖലയിലും പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിലും കൃഷിക്കാരെ ചേർത്ത് പിടിച്ച് അവർക്ക് സപ്പോർട്ടും സഹായവും കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. എല്ലാ കാർഷികോൽപ്പന്നങ്ങൾക്കും മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന നിലയിൽ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതെ സംഭരണത്തിന് വേണ്ടി ഓരോ രംഗത്തും പച്ചക്കറിയുടെ കാര്യത്തിലായാലും പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിലായാലും നെല്ലിന്റെ കാര്യത്തിലായാലും ഒക്കെ നാളികേരത്തിന്റെ എല്ലാം പ്രത്യേകമായ സംഭരണത്തിനുള്ള സർക്കാർ ഉടമസ്ഥയിലുള്ള സംരംഭങ്ങൾ ഫലപ്രദമായി നടക്കുക എന്നതാണ്. ഇതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഇതെല്ലാം ഭാവിയിലേക്ക് നടപ്പാക്കിയാലേ കർഷകർക്ക് രക്ഷയുള്ളൂ. കടുത്തുരുത്തി നിയോജക മണ്ഡലം കോട്ടയം ജില്ലയൊക്കെ പരിപൂർണമായിട്ടും കാർഷിക മേഖലയാണ്. കൃഷിയാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല്. അത് ഒടിഞ്ഞു കിടക്കുകയാണ്. ആ നട്ടെല്ല് നിവർത്താനും നേരെ നിർത്താനും കഴിയുന്ന ഒരു ഭരണമാറ്റവും നടപടികളുമാണ് സത്യത്തിൽ ഇപ്പൊ കേരളം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ സാധ്യമായ പരമാവധി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. നിയോജക മണ്ഡലത്തിൽ ആവിഷ്കരിച്ച സമഗ്ര കാർഷിക വികസന പ്രോജക്റ്റ് ഒരു പരിധി വരെ ഇപ്പോൾ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. വരും കാലഘട്ടങ്ങളിൽ UDF സർക്കാർ കൂടുതൽ പരിഗണനയോടെ ഇത് കാർഷിക മേഖലയ്ക്ക് ഒരു പുതുജീവൻ പകരുന്ന വിധത്തിൽ വളർത്തിയെടുക്കും എന്ന് നിശ്ചയമാണ്. പിന്നെ ആരോഗ്യരംഗത്ത് എങ്ങനെയാണ് നമ്മുടെ മണ്ഡലത്തിൽ? ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഒന്ന് ഉഴവൂർ KR നാരായണൻ മെമ്മോറിയൽ, മുൻ രാഷ്ട്രപതിയുടെ പേരിലുള്ള ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ കടുത്തുരുത്തി മണ്ഡലത്തിന്റെ ഭാഗമായി ഉഴവൂരെല്ലാം വന്നതിന് ശേഷമാണ് ആദ്യത്തെ 2.5 കോടി രൂപ PWD മന്ത്രിയായപ്പോൾ ആദ്യത്തെ തുക അനുവദിച്ച് അങ്ങനെ കെട്ടിട നിർമ്മാണം തുടങ്ങി. പിന്നീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് സമയത്ത് ധനകാര്യമന്ത്രി മാണി സാറ്, ഞാൻ പാർട്ടിയുടെ MLA UDFന്റെ MLA എന്ന നിലയിൽ അന്ന് 15 കോടി രൂപ കൂടി അനുവദിച്ച് ഏറ്റവും നല്ല ഹോസ്പിറ്റൽ സമുച്ചയം ഉഴവൂരിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അതുപോലെ തന്നെ കൂടല്ലൂരിൽ, കിടങ്ങൂർ പഞ്ചായത്തിലെ കൂടല്ലൂരിൽ പുതിയ ആശുപത്രി സമുച്ചയം യാഥാർത്ഥ്യമാക്കി. മറ്റെല്ലാ പഞ്ചായത്തുകളിലും
സർക്കാരിൻ്റെ കൂടി സഹകരണത്തോടെ MLA ഫണ്ട് കൂടി കൊടുത്ത് നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെല്ലാം മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും താലൂക്ക് ഹോസ്പിറ്റലായിട്ട് കുറവലങ്ങാട് അപ്ഗ്രേഡ് ചെയ്യാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കഴിഞ്ഞു. എന്നാൽ താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് 10 വർഷമായിട്ട് ഞാൻ LDF ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി ഒരു പ്രോജക്റ്റിന് 10 വർഷം മുമ്പ് ഇൻ പ്രിൻസിപ്പിൾ അഗ്രി ചെയ്തു. 30 കോടി രൂപയുടെ വലിയൊരു കെട്ടിട സമുച്ചയവും അടിസ്ഥാന സൗകര്യങ്ങൾക്കും എല്ലാം ഒരു പ്രോജക്റ്റ് കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ നിമിഷം വരെ കിഫ്ബി വഴി അതിന് ഫണ്ട് തന്നിട്ടില്ല. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് 1 കോടി രൂപ കൊടുത്തതിൻ്റെ നിർമ്മാണം നടക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് കിട്ടിയത് വെച്ച് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു. MLA ഫണ്ട് കൊടുത്ത് പഴയ ആശുപത്രി കെട്ടിടം നനയാത്ത വിധത്തിൽ സുരക്ഷിതമാക്കി നിലനിർത്തിയിരിക്കുന്നു. എങ്കിലും കുറവലങ്ങാട് താലൂക്ക് ആശുപത്രി മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. വരുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് അക്കാര്യത്തിൽ. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തോട് പ്രതിപക്ഷം അസൂയ പൂണ്ടിട്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്നാണ് ഭരണപക്ഷം പറയുന്നത്. എന്തെങ്കിലും കാര്യമുണ്ടോ? വയറ്റി കയറി പോയത് പ്രതിപക്ഷം എന്ത് ചെയ്യട്ടെ? കൊച്ചിന്റെ കൈ മുറിച്ച് മാറ്റിയത് എന്ത് ചെയ്തിട്ടാ? ചുമ്മാ കൈക്ക് ചെറിയ വേദനയായിട്ട് വന്ന കൊച്ചിന്റെ കൈ മുറിച്ച് മാറ്റിയില്ലേ? ശസ്ത്രക്രിയ ചെയ്യുമ്പോഴത്തേക്കും വയറ്റിൽ നിന്ന് ആളുകൾ കുറെ സാധനം കൂടെ സർക്കാർ നിക്ഷേപിച്ച് വിടുവല്ലേ? ഇത് നിത്യസംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അതിനെതിരെ പ്രതിപക്ഷ ശബ്ദം ഉയർത്തണ്ടേ? ശക്തമായി ഞങ്ങളൊക്കെ എത്രയും മാന്യമായിട്ടാണ് ഇതിനോടൊക്കെ സമയം. കോട്ടയം മെഡിക്കൽ കോളേജ് ഇപ്പം ഞങ്ങളുടെ കോട്ടയം, ഞാൻ കടുത്തുരുത്തി MLA എന്ന നിലയിൽ എല്ലാ കാര്യങ്ങൾക്കും ഫൈനൽ നമുക്ക് ഓടിയെത്താവുന്ന അല്ലെ ആശ്രയിക്കാവുന്ന കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഇന്ന് അവിടുത്തെ അവസ്ഥ തന്നെ, അവിടെ ഭയങ്കര വികസനം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കെട്ടിടങ്ങൾ അവിടെ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ കാലത്ത് പണിതിട്ടുണ്ട്. ഞാൻ PWD മന്ത്രിയായിരിക്കുമ്പം എത്രയോ കെട്ടിടങ്ങൾ അവിടെ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇപ്പോൾ കണ്ടത് അവിടുത്തെ ഒരു കെട്ടിടം ഇടിഞ്ഞത് അവിടെ വീണു. ഈ പുതുതായിട്ടിപ്പം ഉള്ളതല്ല, പഴയ കെട്ടിടമാണ്. എങ്കിലും ഇടിഞ്ഞു കൊണ്ട് ഒരാൾ മരിച്ചു. അത് പോട്ടെ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് ചികിത്സ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അവിടെ രോഗികൾക്ക് ശസ്ത്രക്രിയ മുഴുവൻ അവധി വെച്ച് മാറ്റി വിടുകയാണ്. അതുപോലെ തന്നെ സർജിക്കൽ എക്യുപ്മെന്റ്സ് വരെ രോഗിയെ ഒന്ന് മേടിച്ചു കൊടുക്കണം. ചെല്ലുമ്പം മരുന്നും പുറത്തോട്ട് കുറിക്കുകയാണ്, പിന്നെ ശസ്ത്രക്രിയ നടത്താനുള്ള സാധനങ്ങൾ പുറത്തോട്ട് കുറിക്കുകയാണ്, എല്ലാം പുറത്തോട്ട് കുറിക്കുക. പിന്നെ എന്തിനാ സർക്കാർ ആശുപത്രി? അപ്പോൾ സർക്കാർ ആശുപത്രികൾ ഇന്ന് സത്യത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായ ചികിത്സ കിട്ടുന്ന സ്ഥലമായി മാറ്റി നിലനിർത്തി കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ആ രംഗത്ത് ഗവൺമെൻറ് പരാജയപ്പെട്ടു. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കറക്റ്റാണ്. കാരണം ഇവിടെ നമ്മുടെ ഏറ്റവും കൂടുതൽ അവിടെ ജനത്തിരക്കാണ്. അതുപോലെ ആൾ വരും. കാരണം ചികിത്സാ ചെലവ് വർദ്ധിച്ചു. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകാൻ ഈ സാധാരണ മനുഷ്യർക്ക് കഴിയില്ല. അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിനാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പരിഗണനയും കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെല്ലാം തീർച്ചയായിട്ടും വീണ്ടും ജനോപകാരപ്രദമായ ഒരു പ്രവർത്തനത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് വല്ല സാധ്യതകൾ നമ്മുടെ മണ്ഡലത്തിൽ എങ്ങനെയൊക്കെയാണ്? ടൂറിസത്തിന് സത്യത്തിൽ നമുക്ക് നല്ല സാധ്യതകളുണ്ട്. വലിയ സാധ്യതകളില്ല എങ്കിലും നമുക്കൊരു ഉൾനാടൻ ജലാശയങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം സാധ്യതയുണ്ട്. അത് വരുന്ന തോടുകൾ കടുത്തുരുത്തിയിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ചെറിയ കുറെ പാലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബോട്ട് സവാരിയൊക്കെ പാടാണ്. എങ്കിലും ആപ്പാന്തരയ്ക്ക് അപ്പുറത്ത് കാന്താരിക്കടവ്, എഴുമാന്തുരുത്ത് പ്രദേശങ്ങളുമായിട്ട് ആയാങ്കുടി പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് അപ്പർ കുട്ടനാടിന്റെ ഒരു ബെൽറ്റിലൂടെ വെമ്പനാട് കായലിലൂടെ തണ്ണീർമുഖത്തോടും കുമരകത്തോടും കണക്ട് ചെയ്ത് ഒരു ടൂറിസം സാധ്യതയുണ്ട്. 2 കാർഷിക മേഖലയുണ്ട്, ഒരു അഗ്രി ടൂറിസത്തിന്റെ സാധ്യത ഇവിടെയുണ്ട്. ഇങ്ങനെയുള്ള ചില മേഖലകളാണുള്ളത്. ലിമിറ്റഡ് മേഖലയാണ്. എങ്കിലും നിയോജക മണ്ഡലത്തിനകത്ത് പ്രകൃതി രമണീയമായ ചില സ്ഥലങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി വളർത്താവുന്നതുണ്ട്. പക്ഷേ അതിനൊന്നുമുള്ള ഒരു കാര്യമായ ഹെൽപ്പ് ഗവൺമെന്റ് ലെവലിൽ നിന്ന് ഇപ്പം പ്രാദേശിക തലത്തിൽ ലഭിക്കുന്നില്ല. അപ്പം അങ്ങനെ മുന്നോട്ട് നമ്മൾ അതിന് ശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിലേക്ക് ടൂറിസം രംഗത്ത് കുറച്ച് കാര്യങ്ങൾ, വലിയ സാധ്യതകളില്ല, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഇനിയിപ്പോ നമുക്ക് കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് വരാണെങ്കിൽ അതിനു മുമ്പ് ഞാൻ സത്യത്തിൽ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് ഇവിടെ എല്ലാ രംഗത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടാണ് വിദ്യാഭ്യാസ രംഗത്താണ്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നതായതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു. അത് ഭംഗിയായിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്ത് ഹയർ സെക്കൻഡറി ആക്കിയപ്പോൾ നിയോജക മണ്ഡലത്തിലെ 11 പഞ്ചായത്തിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം നമ്മൾ ഉറപ്പാക്കി കൊടുത്തു. 13 സ്കൂളുകളിലാണ് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ ആരംഭിച്ചത്. ഇന്നത് വലിയ അനുഗ്രഹമായി മാറി. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞാൽ 12ലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ ഈ മേഖലയിൽ എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് കിട്ടും.
അത് ഉറപ്പാക്കി കൊടുക്കാൻ കഴിയുന്നത് MLA എന്ന നിലയിൽ പഠന രംഗത്ത് അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ കാര്യമായി തീർന്നു. കാരണം കുട്ടികൾക്ക് ഇപ്പം മെഡിസിനോ അല്ലെ എഞ്ചിനീയറിങ്ങിനോ നഴ്സിങ്ങിനോ ഒക്കെ പോകാനുള്ള അവസരം നാട്ടിൽ തന്നെ പഠിച്ച് ഇവിടുന്ന് കടന്നു വരാൻ കഴിയും. 2 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും കടുത്തുരുത്തിക്കൊണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം തന്നെ കടുത്തുരുത്തിയിൽ പോളിടെക്നിക് കൊണ്ടുവന്നു, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. പിന്നീട് ഗവൺമെന്റ് സെക്ടറിൽ നമ്മൾ കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടുവന്നു, നീടൂരിൽ IHRD അപ്ലൈഡ് സയൻസ് കോളേജ് കൊണ്ടുവന്നു, പെരുവയിൽ ഗവൺമെന്റ് IT കൊണ്ടുവന്നു. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ കടുത്തുരുത്തിക്ക് വേറെ സ്വപ്നമായിരുന്നു, ഇവിടെ യാഥാർത്ഥ്യമാക്കി. അപ്പൊ നമ്മൾ 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ അഭിമാനകരമായ നേട്ടങ്ങളാണ് പറയാൻ കഴിയുക. നല്ല അടിത്തറ പാകാൻ നമുക്ക് കഴിഞ്ഞു, നല്ല പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കേരളത്തിൽ ഏറ്റവും അവസാനം 2000 ആണ്ടിൽ പ്രഖ്യാപിക്കുന്ന വിദ്യാഭ്യാസ ജില്ല കടുത്തുരുത്തിയാണ്. കടുത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലയെ നമ്മളോട് കൊണ്ടുവന്നു. അവർ SSLC +2 പഠന കാര്യങ്ങൾക്കകത്തില്ല ഈ വിദ്യാഭ്യാസ ജില്ല വന്നത് വലിയ അനുഗ്രഹമായി തീർന്നു. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതിക്കുള്ള അവസരമൊരുക്കി എന്നുള്ളത് പ്രധാന നേട്ടമാണ്. 2, ഒരു മണ്ഡലം എന്ന നിലയിൽ ഇവിടെ കുടിവെള്ളവും വൈദ്യുതിയും ഈ 2 രംഗത്തും സ്വയം പര്യാപ്തമാകുന്ന മുതലേക്ക് മണ്ഡലത്തെ കൊണ്ടുവന്നു. ഒരു തുള്ളി വെള്ളം കടുത്തുരുത്തി പട്ടണത്തിൽ പോലും കിട്ടുവായിരുന്നില്ല. ചുമ്മാ തല്ലിപ്പൊളി പൈപ്പ് പണ്ട് ആരുടെയൊക്കെ കാലത്ത് ഇട്ടിരുന്ന തുരുമ്പെടുത്ത പൈപ്പില്ലാതെ അതൊന്നും ഇവിടെ ഉപയോഗപ്രദമായിരുന്നില്ല. അങ്ങനെയുള്ള സ്ഥാനത്ത് പൈപ്പ് എല്ലാ കുടിവെള്ള പ്രശ്നം ഇപ്പോഴുണ്ടോ? ഇപ്പോഴും കുടിവെള്ളത്തിന് അത് ഇപ്പൊ കുടിവെള്ള പ്രശ്നത്തിലേക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. അതിന്റെ കാരണം ജലജീവൻ മിഷൻ പദ്ധതി കൂടി വന്നപ്പോൾ അതിൽ ആയിരക്കണക്കിന് പുതിയ കണക്ഷൻ കൊടുത്തിരിക്കുക. പക്ഷെ വാട്ടർ സോഴ്സ് വർദ്ധിച്ചിട്ടില്ല. നമ്മൾ വാട്ടർ സോഴ്സ് ഒരു 10 വർഷം മുമ്പ് ഉണ്ടാക്കിയത് വെച്ച് തന്നെ എപ്പോഴും ഓടിക്കുന്നത്. അതിന്റെ 3 ഇരട്ടി കണക്ഷനായി. അപ്പൊ വാട്ടർ സോഴ്സ് ഇനി വർദ്ധിപ്പിക്കണം. അടുത്തത് വലിയ ടാങ്ക് ഉണ്ടാക്കി ജലസംഭരണി വർദ്ധിപ്പിച്ചുകൊണ്ട്, സംഭരണ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ വെള്ളം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നടപടികളിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ഒരു സ്ഥലത്തും കുടിവെള്ളത്തിനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഗ്രാമീണ പദ്ധതി മാത്രമായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ സമഗ്രമായ പദ്ധതി 11 പഞ്ചായത്തിൽ നടപ്പാക്കി. അതിന്റെ ആദ്യത്തെ സ്റ്റേജിൽ 50% വരെ വീടുകളിൽ വെള്ളം എത്തിച്ചു. എല്ലാ പഞ്ചായത്തിലും നമ്മൾ 50% എത്തിച്ചു. ഇപ്പോൾ 100% എത്തിക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുടിവെള്ളം എല്ലാ വീടുകളിലും എത്തിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി കടുത്തുരുത്തി സമീപ മാറും. അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി വാട്ടർ അതോറിറ്റിയുടെ AE ഓഫീസ് 4 എണ്ണം, സബ് ഡിവിഷൻ ഓഫീസ് കടുത്തുരുത്തി കേന്ദ്രമായി, മൂവാറ്റുപുഴയിലായിരുന്നു ഇവിടുത്തെ ജില്ലാ ഓഫീസ്. അത് ഞാൻ കടുത്തുരുത്തി പുതിയ ജില്ലാ ഓഫീസാക്കി. കടുത്തുരുത്തി കേന്ദ്രമായി ഡിവിഷൻ ഓഫീസ്. അങ്ങനെ വാട്ടർ അതോറിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഭാവിയിലേക്കുള്ള കരുതൽ കടുത്തുരുത്തിയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. കടുത്തുരുത്തിക്ക് ഇത്രയും വികസന കാര്യങ്ങൾ അടുത്തൊന്നുകൂടെ വൈദ്യുതി രംഗത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണ മണ്ഡലമായിട്ട് കടുത്തുരുത്തി 5 വർഷം മുമ്പ് 10 വർഷം മുമ്പേ പ്രഖ്യാപിച്ചു. ഇവിടെ 400 kV സബ്സ്റ്റേഷൻ കുറവിലായിട്ട് വോൾട്ടേജ് ഒന്നും ഇവിടെ കാര്യമായിട്ടില്ലായിരുന്നു. ഇവിടെ മിന്നാമിനിങ്ങിന്റെ പോലെയുള്ള ലൈറ്റും തെളിഞ്ഞിരിക്കുന്ന ദുരവസ്ഥയാണ് വൈദ്യുതിയുടെ കാര്യത്തിൽ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് വൈദ്യുതി ഇപ്പോൾ കുറെ കൂടെ മെച്ചപ്പെട്ട നിലയിൽ കാര്യങ്ങൾ മാറി. അപ്പൊ ഇവിടെ നമുക്ക് 400 kV സബ്സ്റ്റേഷൻ കുറവിലങ്ങാട്ട്, 66 kV സബ്സ്റ്റേഷൻ വീണ്ടും നമ്മൾ കുറവിലങ്ങാട്ട്, അതുപോലെ തന്നെ 33 kV സബ്സ്റ്റേഷൻ കടുത്തുരുത്തിയില്, കിടങ്ങൂര്, കല്ലറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ ഈ സബ്സ്റ്റേഷനുകളെല്ലാം വിവിധ സ്ഥലങ്ങളിൽ വന്നതുകൂടാതെ പട്ടിത്താനത്തും ഏറ്റുമാനൂർ കേന്ദ്രമായി, വൈക്കത്തും വല്ലതും കേന്ദ്രമായി 2 സബ്സ്റ്റേഷനുകൾ അപ്ഗ്രേഡ് ചെയ്തു. ഇതെല്ലാം കൂടെ വന്നപ്പോൾ കടുത്തുരുത്തിയിൽ വൈദ്യുതി വിതരണ രംഗത്ത് അഭിമാനകരമായ ഒരു മുന്നേറ്റം ഉണ്ടായി. വൈദ്യുതി ഓഫീസുകൾ ഇല്ലാത്ത എല്ലായിടത്തും പെരുവയില്, കുറുപ്പന്തറയില് എല്ലാം വൈദ്യുതിയുടെ ഓഫീസുകൾ തുടങ്ങി. അപ്പം വൈദ്യുതി വിതരണ രംഗത്തും സ്വയം പര്യാപ്തമായ സാഹചര്യങ്ങൾ. അപ്പം ഒരു സമഗ്രമായ ഒരു മണ്ഡലത്തിന്റെ സമഗ്ര പുരോഗതി എന്ന് പറയുന്നത് വെറുതെ ഫ്ലെക്സ് ബോർഡ് നിരത്തുകയോ അല്ലെങ്കിൽ വെറുതെ വാരിയടിക്കുകയോ എന്ന രീതിയിൽ പിന്നെ പല സ്ഥലത്തും അനുഭവങ്ങൾ കണ്ടേക്കാം. ഇവിടെ യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങൾ തീർച്ചയായിട്ടും വൈദ്യുതിയുടെ രംഗത്ത്, കുടിവെള്ളത്തിന്റെ രംഗത്ത്, റോഡ് വികസന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഇനി സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിൽ എന്തുമാത്രം സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കാര്യമായ ഓഫീസുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ ട്രഷറി ഇല്ലാത്ത ട്രഷറി, PWD ഓഫീസുകൾ, മറ്റ് സർക്കാർ ഓഫീസുകൾ, ഇതൊക്കെ മണ്ഡലോട്ടാകെ കൊണ്ടുവന്നു. അപ്പൊ എല്ലാ രംഗത്തും സമഗ്രമായ ഒരു പുരോഗതിയിലേക്ക് നാടിനെ കൊണ്ടുവരിക. അത് ഈ കടുത്തുരുത്തി ടൗണിൽ മാത്രമല്ല, നിയോജക മണ്ഡലത്തിലെ 11 പഞ്ചായത്തിനും ആ പരിഗണന കൊടുത്തു. അപ്പൊ ഒരേപോലെ ഡെവലപ്മെന്റിലേക്ക് വരാൻ കഴിയില്ല. പക്ഷെ ഓരോ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കനുസരിച്ച് അതാത് സ്ഥലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കാൻ സപ്പോർട്ട് ചെയ്യുക, അതിന് നേതൃത്വം കൊടുക്കുക. അത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തിലും നിരവധി കാര്യങ്ങളാണ്
വികസന രംഗത്ത് നടപ്പാക്കാൻ കഴിഞ്ഞത്. കടുത്തുരുത്തി നിയോജക മണ്ഡലം ഇപ്പൊ കേരളം ഒട്ടാകെ പിന്നെ വിലയിരുത്തുന്ന ഒരു മണ്ഡലാടിസ്ഥാനത്തിൽ വികസന കാര്യങ്ങൾ MLA-മാരുടെ നേതൃത്വത്തിൽ നടന്ന കാര്യങ്ങൾ പിന്നെ വിലയിരുത്തുകയാണെങ്കിൽ കേരളത്തിൽ ഈ 25 വർഷക്കാലം ഞാൻ MLA എന്നാലേ പ്രവർത്തിക്കുമ്പോൾ മറ്റേത് മണ്ഡലത്തോടും കിടപിടിക്കുന്ന വിധത്തിൽ കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വികസനം നടന്ന മണ്ഡലങ്ങൾ മാത്രമല്ല, നമുക്കറിയാം സഭയിൽ തന്നെ പലരെ കുറിച്ചും സഭയിൽ പരാതികളെ സഭയിൽ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പരാതികളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കടുത്തുരുത്തി MLA സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ ശക്തമായി സ്ഥിരമായി സഭയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ദിവസം നമ്മൾ നഷ്ടപ്പെടുത്താറില്ല. നിയമസഭാ നടപടികളിൽ നമ്മൾ ലൈവാണ്, നിയമസഭാ കമ്മിറ്റികളിലും നമ്മൾ ലൈവാണ്. അത് നാടിന്റെ ആവശ്യങ്ങൾ പറയാനും നിയമസഭാ കാര്യങ്ങൾക്കകത്ത് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനും പരമാവധി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. കാരണം നിരവധി ഇപ്പൊ സമീപ സമയത്ത് കേരളത്തിലെ 20,000-ഓളം വരുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാത്ത വിഷയം അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 4 വർഷമായിട്ട് സർക്കാർ ഒളിച്ചുകളി നടത്തുകയായിരുന്നു. അത് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള ശക്തമായ ഇടപെടൽ നിയമസഭ അതിന്റെ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത്, ശ്രദ്ധ പ്രമേയം കൊണ്ടുവരുന്നത് കടുത്തുരുത്തി MLA എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റി. അവസാനം ഗവൺമെന്റ് ലാസ്റ്റ് അതിപ്പം അംഗീകരിച്ച് ഓർഡറാക്കി. അപ്പം ജനോപകാരപ്രദം അതുപോലെ ഡാം സൈറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് ഡാം സൈറ്റിന്റെ ചുറ്റുവളവ് വർദ്ധിപ്പിച്ചു. ഒരുപാട് പാവപ്പെട്ട മനുഷ്യരും കർഷക കുടുംബങ്ങളും എല്ലാം കുടിയൊഴിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നിയമസഭയിൽ ശക്തമായ ഇടപെടൽ നടത്തി അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഇത്രയും ആളുകളെ കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല. ആ കുടിയിറക്കിനെതിരെ അവരെ നിരാരംഭരാക്കുന്ന നടപടിക്കെതിരെ പ്രതികരിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ തന്നെ പ്രഖ്യാപിച്ചു, ഫ്ലോറിൽ ആ ഉത്തരവ് പിൻവലിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. നിയമസഭാ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവ് മന്ത്രി ഫ്ലോറിൽ തന്നെ പിൻവലിക്കുക. അത് പിൻവലിപ്പിക്കാൻ കഴിയുന്ന ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, ഇതുകൊണ്ട് തന്നെയായിരിക്കും ഓരോ ടൈം കഴിയും തോറും അങ്ങ് തന്നെ വീണ്ടും വീണ്ടും MLA ആയി വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അല്ല, ഞാൻ അത് തീർച്ചയായിട്ടും MLA എന്ന നിലയിൽ ഇവിടെ ഈ മണ്ഡലം ഒട്ടാകെ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ വെളിപ്പാടകലെ എപ്പോഴും നമ്മൾ ഉണ്ടെന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. ഞാൻ പിന്നെ നമ്മുടെ കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്ന് നിരവധി ആളുകൾ പ്രവാസി ലോകത്തുണ്ട്. എല്ലാ രാജ്യം, അമേരിക്ക, ഗൾഫില്, അതുപോലെ തന്നെ യൂറോപ്പ് എല്ലായിടത്തും ഉണ്ട്. അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിപാടികളിൽ ആളുകൾ വിളിക്കും. പ്രവാസി ലോകത്താണ് പകുതി മനുഷ്യര്. അവര് നമ്മുടെ ആ സഹോദരങ്ങളാണ്. അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് ചിലപ്പോൾ പോകും. പോയാൽ പിറ്റേ ആഴ്ച ഇവിടെ തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വന്നവരെ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വരും. അപ്പം ഇവിടെ ഒരു കുറവുണ്ടാകുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യും. അതുപോലെ തന്നെ അപ്പം പ്രവാസികളെയും നമ്മൾ അറ്റൻഡ് ചെയ്യും. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരൊന്നും ആരും തിരിഞ്ഞു നോക്കാറില്ല. അവരുടെ എന്തെങ്കിലും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവരെ വിളിക്കുന്നത്. കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി വളരെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകളാണ് സർക്കാർ തലത്തിലും പ്രാദേശികമായി നടത്തിയിട്ടുള്ളത്. അപ്പം നിരവധി സർക്കാർ ഓഫീസുകൾ നിയോജക മണ്ഡലത്തിൽ തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞപ്പോൾ പിന്നീട് അതിനെല്ലാം പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നത് ആവശ്യമായി വന്നു. അങ്ങനെയാണ് വിവിധ സ്ഥലങ്ങളിൽ മിനി സിവിൽ സ്റ്റേഷനുകൾ, പഞ്ചായത്ത് ഓഫീസ് കോംപ്ലക്സുകൾ ഇതെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളിലേക്ക്. കടുത്തുരുത്തിയിൽ മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കി, കുറവലങ്ങാട്ട് മിനി സിവിൽ സ്റ്റേഷൻ, അതുപോലെ തന്നെ കാണക്കാരിയിൽ പഞ്ചായത്ത് ഓഫീസ് കോംപ്ലക്സ്, വെളിയന്നൂരിൽ പഞ്ചായത്ത് ഓഫീസ് കോംപ്ലക്സ്, ഇപ്പോൾ കടപ്പളാമറ്റത്ത് പഞ്ചായത്ത് ഓഫീസ് കോംപ്ലക്സ് വിത്ത് മിനി സിവിൽ സ്റ്റേഷൻ, ഉഴവൂരിൽ മിനി സിവിൽ സ്റ്റേഷൻ ഇപ്പോൾ പണിയാൻ പോകുന്നു. അപ്പം എല്ലാ സർക്കാർ ഓഫീസുകളും ഇത്തരത്തിൽ വരുന്ന, മാഞ്ഞൂരിൽ പുതിയ ഓഫീസ് കോംപ്ലക്സ്, ഓരോ പഞ്ചായത്തിലും വരുന്ന ആവശ്യങ്ങൾ, ജനകീയ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പ്രധാനപ്പെട്ട ഭരണകേന്ദ്രങ്ങളായി ഇതിനെല്ലാം മാറ്റാനുള്ള MLA ഫണ്ട് കൊണ്ട് ഇതിനെല്ലാം മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള കെട്ടിടങ്ങൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷന് വേണ്ടി ഇപ്പോൾ പുതിയ കെട്ടിടം പണിയാണ്. കാരണം ഒരു ചെറിയ അസൗകര്യങ്ങളുണ്ട് അവിടെ. പുതിയ കെട്ടിടം പണിയാണ്. കടുത്തുരുത്തിയിൽ മിനി സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത ഘട്ടം പണിയാൻ പോവുകയാണ്. കാരണം കടുത്തുരുത്തി എക്സൈസ് ഓഫീസ് ഉൾപ്പെടെ വീണ്ടും അതിലേക്ക് വരണം. ട്രഷറിക്ക് പുതിയ കെട്ടിടം വേണം. അപ്പോൾ ഓരോ കാര്യങ്ങളും സബ് രജിസ്ട്രാർ ഓഫീസിന് വേണ്ടി കടുത്തുരുത്തിയിൽ പുതിയ കെട്ടിടം വേണം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യാനും പരിഹരിച്ചു പോകാനും കഴിയുന്നു എന്നുള്ളത് വികസന രംഗത്ത് ഏറ്റവും ലക്ഷ്യബോധത്തോടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നതിൻ്റെ തെളിവാണ്. ഇനി കടുത്തുരുത്തിയിൽ ഇപ്പോൾ ബൈപ്പാസ് ഓപ്പൺ ചെയ്യാൻ പോകണം. ആ ബൈപ്പാസ് ഓപ്പൺ ചെയ്യുമ്പോൾ
ഒരു പരിധിവരെ ഗതാഗത കുരുക്ക് കുറയും. എങ്കിലും കടുത്തുരുത്തി ടൗണിൽ ആളുകൾക്ക് ഇപ്പോൾ കടുത്തുരുത്തിക്ക് ഒരു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതിന്റെ കാരണം ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന പഞ്ചായത്ത് വേണം. പഞ്ചായത്തുകളാണ്, മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുമാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ ഉണ്ടാകുന്നത്. ഇവിടെ പഞ്ചായത്തിന് അതിനുള്ള സ്ഥലം വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പഞ്ചായത്തിന് അതിന് കഴിയാത്ത സാഹചര്യത്തിൽ ബദൽ പ്രപ്പോസൽ നമ്മൾ ആലോചിച്ചു. അപ്പോൾ ബൈപ്പാസ് കൂടി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കടുത്തുരുത്തിയിലെ പാലത്തിൻ്റെ സമീപത്ത് ബസ് ബേ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ബസ് ബേക്ക് വേണ്ടി ഫണ്ട് ബഡ്ജറ്റ് ഉൾപ്പെടുത്തി അനുവദിച്ചെങ്കിലും അതിൻ്റെ സ്ഥലമെടുപ്പ് കാര്യങ്ങൾ നടക്കണമായിരുന്നു. ഇപ്പോൾ കടുത്തുരുത്തി താഴ്ത്തുപള്ളിയും പൂഴിക്കോൽ പള്ളിയും സ്ഥലം വിട്ടുതരുന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എത്തിച്ചു. ഇനി അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഇന്ന് നടക്കാനുണ്ട്, അതിപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന് ഇപ്പോൾ പുതിയ റേറ്റ് റിവിഷൻ വന്നതോടുകൂടി പുതുക്കിയ നിരക്കിൽ അതിന് ഭരണാനുമതി കിട്ടേണ്ടതുണ്ട്. അത് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ പുതുക്കിയ ഭരണാനുമതി സർക്കാർ ഇപ്പോൾ തന്നിട്ടില്ല. അത് തന്നാൽ ഭൂമി ഏറ്റെടുക്കൽ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കും. അപ്പോൾ കടുത്തുരുത്തി പാലത്തിൻ്റെ 2 വശങ്ങളിലും ബസ് ബേ ഉണ്ടാക്കുന്നതാണ് ആദ്യം ആലോചിച്ചത്. പക്ഷേ PWDയുടെ ഹൈ ലെവൽ ടീം എന്ന് പരിശോധിച്ചപ്പോൾ പാലത്തിൻ്റെ ഇരുവശത്തും ബസ് ബേ ഉണ്ടാക്കിയാൽ അവിടെ ഗതാഗത കുരുക്കുണ്ടാകും. അതുകൊണ്ട് ഒരു വശത്ത് ബസ് ബേ ഉണ്ടാക്കുക, ഒരു വശം ഒഴിവാക്കാൻ പറഞ്ഞു. സർക്കാരിൻ്റെ പരിശോധിച്ചുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പം ഞാനും അത് പരിശോധിച്ചപ്പോൾ അതാ കറക്റ്റ്. ഇരുവശത്തും ഉണ്ടാക്കിയ ടൗണിലെ ഗതാഗത കുരുക്ക് പാലത്തിലോട്ട് മാറും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു വശത്ത് ബസ് ബേ ഉണ്ടാക്കുമ്പോൾ ഒരു വശത്തേക്കുള്ള വണ്ടി അവിടെ നിർത്തും, മറുഭാഗത്തേക്ക് വണ്ടികൾ നേരെ മൂവ് ചെയ്യും. അത് മെയിൻ ജംഗ്ഷനിൽ പോയി തളിയിൽ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കോട്ടയം ഭാഗത്തേക്കുള്ള വണ്ടി നിൽക്കും. അപ്പോൾ ഇരുവശത്തും അപ്പോൾ ബസ് ബേ കൂടി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബൈപ്പാസിൻ്റെ നിർമ്മാണം കൂടെ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ബസ് ബേയും പിന്നെ മുന്നോട്ട് യാഥാർത്ഥ്യമാക്കുമ്പോൾ കടുത്തുരുത്തി ടൗൺ പൂർണ്ണമായും ട്രാഫിക് ഫ്രീ ആവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. UDFന്റെ സീറ്റ് വിഭജന ചർച്ചകളിലേക്കൊക്കെ കടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ മുന്നണിക്ക് അർഹമായ പരിഗണന തന്നെ ലഭിക്കും എന്നുള്ള വിശ്വാസം തന്നെയല്ലേ? തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടിക്ക് UDFൽ പ്രസക്തിയുണ്ട്. UDFൽ അർഹമായ പരിഗണന എപ്പോഴും ലഭിക്കാറുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ സീറ്റ് വിഭജന ചർച്ചയിലും ആ ഒരു പരിഗണന പാർട്ടിക്ക് ലഭിക്കും എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ കോട്ടയം പാർലമെന്റിൽ പാർട്ടിക്ക് മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യം UDF സീറ്റ് ക്രമീകരിച്ചു. കേരള കോൺഗ്രസ് വിജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് പാർട്ടി കൂടുതൽ വളർച്ചയിലേക്ക് വന്നു. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന്റെ പിളർപ്പിന്റെ സമയമായിരുന്നു. അപ്പം ഒരു വിഭാഗം പാർട്ടിയിൽ നിന്ന് UDFൽ നിന്ന് മാറി ഇടതുപക്ഷത്തേക്ക് പോയി. അപ്പം ഞങ്ങൾ പിന്നെ ഒന്നിൽ പടുത്തുയർത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെ പടുത്തുയർത്തി ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ മറുഭാഗത്തെ ഇടതുപക്ഷത്തേക്ക് പോയ കേരള കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റിൽ വിജയിച്ചുകൊണ്ട് അഭിമാനകരമായ ഒരു മുന്നേറ്റം നടത്താൻ പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിന് കഴിയും. അപ്പോൾ UDFൽ തീർച്ചയായിട്ടും ഇന്ന് പാർട്ടിക്ക് കൂടുതൽ പ്രസക്തിയുണ്ട്. UDFലെ മൂന്നാമത്തെ കക്ഷി എന്ന നിലയിലുള്ള പ്രാധാന്യമുണ്ട്. കേരള കോൺഗ്രസിന് ഇപ്പോൾ 10 സീറ്റിലാണ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. ആ 10 സീറ്റ് തന്നെ പാർട്ടിക്ക് ലഭിക്കണം എന്ന ആവശ്യം പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യാം. ചർച്ചകൾ കഴിഞ്ഞതാണ്. ജോസ് കെ മാണി വിഭാഗം വരുന്നു, അതൊക്കെ അവർ തന്നെ നിഷേധിക്കുകയൊക്കെ ചെയ്തതാണ്. എങ്കിലും അവർ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അല്ല, അതിനൊന്നും ഇനി ഒരു പ്രസക്തിയില്ല. കാരണം വരുമെന്ന് പ്രതീതി ഉണ്ടാക്കിയതും വരുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടും അവർ തന്നെയാണ്. അത് PJ ജോസഫ് സാറിന് നല്ലൊരു കമന്റ് ഉണ്ട്. പാലം ഇട്ടതും അവർ തന്നെ, പാലം പൊളിച്ചതും അവർ തന്നെ. ഞങ്ങളെല്ലാം കാഴ്ചക്കാരാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരൊരു സുപ്രഭാതത്തിൽ LDPന്ന് പോകാനൊന്ന് ആലോചിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ പാർട്ടി പ്രശ്നമുണ്ടായി. അപ്പോൾ അവർ LDPന്ന് പോരുന്നില്ല, അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അവർ വരുവോ വരാതിരിക്കുകയോ ചെയ്യുന്നതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് UDF സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ള മുന്നണിയാണ്. UDF തന്നെ അടുത്ത തവണ വരും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. 100%, 101% ഉറപ്പാണ്. 100-ലധികം സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും. UDFന്റെ മന്ത്രിസഭ ഉണ്ടാകും. കാരണം ഈ സർക്കാരിന് ഇനി കൊണ്ടുപോകാൻ പറ്റും. 10 വർഷം കൊണ്ട് കേരളം ഒരു പരിവായി. ഇനി 15ാമത്തെ വർഷം കൂടി ഇത് അനുഭവിക്കാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എല്ലാ ദിവസവും പറയുന്നത്, ഇപ്പോൾ ആളുകൾക്കെല്ലാം ജപ്തി നോട്ടീസ് ഇട്ടുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്തൂടെ ജപ്തി, വേറെ ഭാഗത്തൂടെ പട്ടിണി, ദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറിയെന്ന് പറഞ്ഞത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രോഗികളായിട്ടുള്ളവരും അവരുടെ കൂട്ടിരിപ്പുകാരും പാത്രവും പിടിച്ച് ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നത് എന്തെങ്കിലും നിവൃത്തിയുണ്ടോ അവർ ചെയ്യോ? ആ പാവപ്പെട്ട മനുഷ്യർ വിഷമിക്കുക. അതുപോലെ ദാരിദ്ര്യം മനുഷ്യൻ അനുഭവിക്കുമ്പോഴാണ് പറയുന്നത് ദരിദ്രരില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാൽ ഈ കേരളത്തിലെ കാര്യമാണോ? ഒരിക്കലുമല്ല. ഇവിടെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർക്ക് ഇന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. 2 സർക്കാർ സംവിധാനങ്ങളെല്ലാം പരാജയപ്പെട്ടു. ചികിത്സയ്ക്ക് ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊക്കെ നിർത്തലാക്കി. വിദ്യാഭ്യാസ രംഗത്ത് തകർത്ത് തെരുപ്പണാക്കി. കേരളത്തിൽ പഠിക്കാൻ കഴിയാത്ത കയറി പോവുക. ഞങ്ങൾ ഈ കുട്ടികളെ മുഴുവൻ തിരിച്ചുകൊണ്ടിരും. UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ തന്നെ പഠിക്കാൻ സാഹചര്യം, കേരളത്തിൽ തന്നെ തൊഴിൽ കൊടുക്കാൻ സാഹചര്യം ഉണ്ടാവും.
ഇവിടെ പാവപ്പെട്ടവർ ചേർത്ത് പിടിക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനമുണ്ട്, UDFിൻ്റെ പ്രകടന പത്രികയിൽ വരികയാണ്, പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന UDF അധികാരത്തിൽ വരും. അല്ലാതെ ഇവിടെ അഴിമതിയിലൂടെ സമ്പന്ന വിഭാഗത്തിന് വേണ്ടി മാത്രമായി ഇടതു ഭരണം മാറിപ്പോയി. അത് കേരളത്തിൽ മാറ്റി എഴുതുക എന്നുള്ളത്. അപ്പോൾ ഭരണരംഗത്ത് ഒരു കാര്യം ഉറപ്പാണ്, ഒരു ഭരണമാറ്റം. അത് UDFിനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമത്തിൽ ഞങ്ങൾ നിൽക്കുന്നു. തീർച്ചയായിട്ടും അതിൽ കടുത്തുരുത്തി നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ UDFിൻ്റെ ഉരുക്കുകോട്ടയായി ജനങ്ങൾ സംരക്ഷിക്കുന്ന മണ്ഡലമാണ്. ഇവിടെ ഇനി ഒരു ഇടതുപക്ഷത്തിൻ്റെ മൂന്നാം ഭരണം വരാൻ വേണ്ടി കടുത്തുരുത്തിക്കാർ വോട്ട് ചെയ്യൂ. ജനാധിപത്യ ഈശ്വര വിശ്വാസം വോട്ട് ചെയ്യില്ല, കൃഷിക്കാർ വോട്ട് ചെയ്യില്ല. അവർ ഒറ്റക്കെട്ടായിട്ട് എൻ്റെ വിശ്വാസം LDF ഇരിക്കുന്നവരുൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് UDFിന് വോട്ട് ചെയ്യും. കാരണം ഇനിയൊന്നും മാറിക്കിട്ടുക എന്നുള്ളതാണ്. സത്യത്തിൽ CPM പാർട്ടിയൊക്കെ നിലനിൽക്കാനും ഏറ്റവും നല്ലത് ഒരു ഭരണമാറ്റം തന്നെ. അല്ല, അവരും പൊളിഞ്ഞു പോകും. അവരൊക്കെ നിലനിൽക്കണ്ടേ കേരളത്തിൽ എല്ലാവരും. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ തീരത്തില്ല എങ്കിലും ഇത്രയും നേരം ദൃശ്യ ന്യൂസിൻ്റെ MLA സ്പീക്കിങ്ങിൽ മണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറിച്ചും പൊതുവായുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പങ്കുവച്ചു. വളരെയധികം നന്ദി. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ശുഭപ്രതീക്ഷ. ദൃശ്യ ന്യൂസ് നമ്മുടെ വാർത്തകളെല്ലാം നന്നായി കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും തയ്യാറാകുന്നുണ്ട്. അത് തിരുത്തലുകൾക്കും ആവശ്യമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ദൃശ്യ ചാനൽ എപ്പോഴും ഒരു ജനപക്ഷ നിലപാട് ഉയർത്തിക്കൊണ്ടിച്ച് നിൽക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇന്ന് ഈ ഇലക്ഷൻ്റെ ഒരു പ്രധാന കാലഘട്ടത്തിലേക്ക് കടക്കുമ്പം ഈ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കിയതിന് ദൃശ്യ ചാനലിനോട് ഞാനും നന്ദി പറയുന്നു. താങ്ക് യു.